പാവയ്ക്ക തീയൽ ആവശ്യമുള്ള സാധനങ്ങൾ: പാവയ്ക്ക നല്ല കനം കുറച്ചിട്ട് നേരിയതാക്കിയിട്ട് അരിഞ്ഞെടുത്തത്, ചിരണ്ടിയെടുത്ത തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉണക്കമുളക്, വേപ്പില, വെളിച്ച. ഈ പാവയ്ക്ക തീയിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പരന്നിട്ടുള്ളൊരു പാൻ എടുക്കണം. കാരണം ഇത് നമ്മൾ ചെറുതായിട്ട് മൊരിച്ചിട്ടാണ് ഇത് ചെയ്യണത്. അതായത് കുറച്ച് പരന്നിട്ടുള്ളൊരു പാനാണെങ്കിൽ അത് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി, അധികം എണ്ണ ഒഴിക്കണ്ട. അപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഉണക്കമുളകും വേപ്പിൻ്റെ ഇല ഇട്ടിട്ടൊന്ന് മൂപ്പിക്കാം. വേപ്പിൻ്റെ തന്നെ മുളകൊന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പാവയ്ക്ക് ചേർക്കാം. ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് തീയൊന്ന് കുറച്ച് വെച്ചിട്ട് ചെറു തീയിലിട്ടിട്ട് ഒന്ന് മൊരിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് നമുക്കൊന്ന് അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പാവയ്ക്ക ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ട് ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം. മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഈ പാവയ്ക്ക ഒന്നുകൂടി ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മുളക് ചേർക്കാം. നേരത്തെ ഞങ്ങൾക്ക് മുളക് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് പുക കയറി പിടിക്കും. അപ്പോൾ പാവയ്ക്കൊന്ന് നന്നായിട്ട് മുരിഞ്ഞു തുടങ്ങിയിട്ട് ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. മുളക് നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർക്കാം. തേങ്ങ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അധികം മൊരിയിക്കണ്ട. കാരണം ഈ പാവയ്ക്കയുടെ കയ്പും തേങ്ങയുടെ മധുരവും കൂടിയിട്ടാകുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ പാവയ്ക്ക തീയൽ റെഡി ആയിട്ടുണ്ട്.